ഹലോ മക്കളെ, ഇത് സാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അക്കൗണ്ടൻസിയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഏതൊരു എക്സാം കഴിഞ്ഞാലും മക്കൾ ആദ്യം നോക്കുന്നത് അക്കൗണ്ടൻസിൻ്റെ മാർക്കായിരിക്കും. മക്കൾ ആദ്യം പറയുന്നതും അക്കൗണ്ടൻസിക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ളതായിരിക്കും അല്ലേ. കാരണം എന്താണ്, അക്കൗണ്ടൻസി നമുക്ക് എല്ലാവർക്കും ടഫാണ് അല്ലേ. ഒരു കഴിഞ്ഞ എക്സാമൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരുവിധം എല്ലാ ആൾക്കാരും മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുള്ളതും അക്കൗണ്ടൻസിയിൽ മാർക്ക് കുറയുന്നു എന്നുള്ളതാണ്. പഠിക്കുന്നുണ്ട്, പക്ഷേ വേണ്ട രീതിയിൽ മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അക്കൗണ്ടൻസിയിൽ മാത്രം ഇങ്ങനെ മാർക്ക് കുറയുന്നത്? പ്രോബ്ലം ആണ്, ഓക്കെ. അതല്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് അക്കൗണ്ടൻസിയുടെ കേസിൽ. അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മകൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയോ ഇതൊക്കെ കേട്ട് മടുത്തു എന്നുള്ള രീതിയിലൊന്നും ദയവ് ചെയ്തിട്ട് എന്താക്കാൻ പാടില്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് ഇതിൽ പറയുന്ന ഒരു 7 കാര്യങ്ങളുണ്ട്, അത് മക്കൾ കേൾക്കുക. എന്നിട്ട് അത് മക്കൾ ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ വേണ്ട രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അതല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. റെഡി? അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇത് ഓരോന്നും ഈ പറയുന്ന ഒരു 7 പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോക്കസിങ് ഓൺലി ഓൺ തിയറി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ. ഈ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ തിയറിയോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഏതെങ്കിലും ഒന്നിനായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞ +2 കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ കാര്യമാണിത്. അവൻ തിയറിയാണ് മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്, പ്രാക്ടിക്കൽ നോക്കിയില്ല. പ്രാക്ടിക്കൽ എന്തുകൊണ്ട് നോക്കിയിട്ടില്ല? നമുക്കറിയാം, ഇതൊരു പ്രാക്ടിക്കൽ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, തിയറി മാത്രം പഠിച്ചിട്ട് പോവുക അല്ലെങ്കിൽ എന്താ പ്രാക്ടിക്കലി മാത്രം പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണോ? അല്ല, നമുക്കിവിടെ തിയറി വരേണ്ടത് തിയറി പഠിക്കണം അല്ലെ. പ്രാക്ടിക്കല് കൃത്യമായിട്ട് പഠിക്കുക വേണം. പ്രാക്ടിക്കലാണ് കൂടുതലെങ്കിലും തിയറി വരും നമുക്ക് ക്വസ്റ്റ്യന്. അറിയാലോ, MCQ ആയിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് തിയറി ബേസ്, തിയറി പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. MCQ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തിയറി പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് തെറ്റിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. തിയറിയോ അല്ലെങ്കിൽ പ്രാക്ടിക്കലോ ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കുക എന്നുള്ളത് ഒഴിവാക്കുക. കൃത്യമായിട്ട് എല്ലാം പഠിക്കുക, എല്ലാം നമുക്ക് പഠിക്കണം. റെഡി? സെക്കൻഡ്, നോട്ട് റൈറ്റിംഗ് പ്രോപ്പർ ഫോർമാറ്റ്. നമ്മൾ ഓരോ അക്കൗണ്ടുകളും നമുക്കറിയാം. അപ്പോൾ +2 കേസായാലും +1 കേസായാലും നമുക്ക് കുറേ എന്താണ് അക്കൗണ്ട്സ് വരയ്ക്കാനുണ്ട് അല്ലേ. ഈ അക്കൗണ്ട്സ് വരയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കും. അതൊക്കെ മക്കൾ കൃത്യമായിട്ട് പഠിക്കും. എത്ര കള്ളി ഉണ്ട് എന്നുള്ളതൊക്കെ മക്കൾ നോക്കി വെക്കും. പക്ഷേ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഒരു ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിൻ്റെ നേരെ ബാലൻസ് ക്യാരി ഡൗൺ ആണോ അല്ലെങ്കിൽ ബാലൻസ് ബ്രോ ഡൗൺ ആണോ അല്ലെങ്കിൽ നമ്മളത് ആ ഒരു എമൗണ്ട് നമ്മൾ ഫോർവേഡ് ചെയ്ത് നെക്സ്റ്റ് അടുത്ത അക്കൗണ്ടിലേക്ക് ഇടുന്ന സമയത്ത് അവിടെ നമ്മൾ എങ്ങനെയാണ് ആ ബാലൻസ് ട്രീറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഒരു കള്ളിയിൽ എഴുതേണ്ടത് എന്നുള്ള പേരൊക്കെ പഠിച്ചു വെച്ചിട്ട് പോകും. എമൗണ്ട് നമ്മൾ എഴുതും. പക്ഷെ നമ്മളത് ബാലൻസ് ഒക്കെ ചെയ്ത് എഴുതുന്നതിന് ശേഷം നമ്മൾ ആ ബാലൻസിന് നേരെ നമ്മൾ എങ്ങനെയാണ് എഴുതുക, ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ബ്രോ ഡൗൺ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളില്ലേ അക്കൗണ്ട്സിൽ തന്നെ വരുന്നത് അല്ലെ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ അക്കൗണ്ടിലും വരുന്നത്. റെഡി? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും വിട്ടുപോകുന്നു. അത് എന്താണ്, പ്രോപ്പറായി നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഒരു അക്കൗണ്ട് നോക്കുന്നു, ഈ കള്ളിയിൽ റൈറ്റ് സൈഡിൽ ഇതാണ്, ഡെബിറ്റ് സൈഡിൽ ഇത്രയാണ്, ക്രെഡിറ്റ് സൈഡിൽ ഇത്രയാണ് എന്നുള്ളത് മാത്രം നോക്കി വെച്ച് പോകും. പക്ഷേ വ്യക്തമായിട്ട് മക്കൾ എന്ത് മനസ്സിലാക്കുക, അതിൻ്റെ ഫോർമാറ്റ്സ്, ഓരോ അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് നന്നായിട്ട് പഠിക്കാം. പലരും മറന്നു വന്ന കാര്യമാണ് ഈ കള്ളി തന്നെ വരയ്ക്കുന്നത് അല്ലേ. അതെന്തുകൊണ്ടാണ്, നിങ്ങൾ കൃത്യമായിട്ട് വരച്ചൊക്കെ പഠിക്കുക ഏത് ഇത്തരത്തിലുള്ള ഫോർമാറ്റും കാര്യങ്ങളും അക്കൗണ്ടിൽ അത് മെയിനാണ്. അത് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ എന്താ, അവിടെ മാർക്ക് പോകും. അപ്പോൾ ആ ഫോർമാറ്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് തന്നെ വെക്കുക. അതാണ് MCQന്റെ കേസാണ് മക്കൾ പലരും ചെയ്യുന്നില്ല. ഈ തിയറി പഠിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, MCQന് വേണ്ട രീതിയിൽ MCQനെ ട്രീറ്റ് ചെയ്യില്ല. പലരും ചെയ്യാറുള്ളതാണ് അല്ല. ഞാൻ തിയറി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ MCQ ആയിട്ട് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ എൻ്റെ അടുത്തില്ല എന്നുള്ളൊരു അങ്ങനെ ചിന്തിച്ചുകൊണ്ട് MCQനെ പലരും എന്ത് ചെയ്യുന്നു, മാറ്റുന്നു അക്കൗണ്ടൻസിയിൽ. റെഡി? മറ്റൊരുണ്ട് തിയറി പഠിക്കാത്തവർ, അവർക്ക് പിന്നെ MCQ വേണ്ട. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഇത് MCQ. കൃത്യമായിട്ട് ഓരോ തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള എങ്ങനെയൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം എന്നുള്ളത് വ്യക്തമായി നമ്മൾ ചിന്തിക്കണം. റെഡി? ഒരു തിയറി കണ്ടു കഴിഞ്ഞാൽ, അക്കൗണ്ടൻസിയിൽ ഒരു തിയറി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ആ തിയറി അത്രത്തോളം നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, MCQ എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുന്ന കൂട്ടത്തിൽ MCQനെ അതുപോലെ ട്രീറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓരോ MCQസും നമ്മൾ നല്ലോണം ഇതിൽ അക്കൗണ്ടൻസി ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് പലരും ചെയ്യാറില്ല. നാലാമത്തെ ശ്രദ്ധിച്ചോ, ഓവർ ലുക്കിംഗ് സ്മോൾ അഡ്ജസ്റ്റ്മെന്റ്സ്. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. കാരണം അക്കൗണ്ടൻസി നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് പോകും. പക്ഷേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. ആ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ചെയ്ത് പെട്ടെന്ന് നമ്മൾ അതിന്റെ ആൻസറോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു
സെൽഫ് നമ്മൾ എന്താണ് നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, നമ്മൾ നന്നായിട്ട് സെറ്റായി. പിന്നെ നമ്മൾ അധികം ഫോക്കസ് ചെയ്തതിന് മാത്രം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മാത്രമായിരിക്കും. അതാണ് എൻ്റെ മറ്റൊരു മിസ്റ്റേക്ക്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ മക്കൾ ഫോക്കസ് ചെയ്യൂ. പിന്നെ അതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ. അതാണ് ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അത് തന്നെ പഠിക്കുക, പഠിച്ച കാര്യം തന്നെ പിന്നെയും പഠിക്കുക. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്യുക ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടും, നന്നായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ അതെന്താണ്, അത് അവിടെ തീർക്കുക. അത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആ ചെറുതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് ചെറിയ കാര്യങ്ങൾ, അത് പഠിച്ച് വിടുക. നമുക്ക് വലിയതിലേക്ക് കൂടുതൽ ടൈം കൊടുക്കാൻ പഠിക്കുക. അത് പലരും ചെയ്യാറില്ല. ഇതിനടുത്താണ് നോക്കുക, നോട്ട് പ്രാക്ടീസിങ്. നമുക്കറിയാം അക്കൗണ്ടൻസി എന്ന് പറയുന്നത് എന്താണ് സബ്ജക്റ്റ്? ചെയ്ത് പഠിക്കണം, നന്നായിട്ട് ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ചെയ്ത് തന്നെ പഠിക്കുക. പക്ഷെ അത് ചെയ്യാറില്ല പലരും. സാർ നേരത്തെ പറഞ്ഞ പോലെ ഫോർമാറ്റ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകും. ഡെബിറ്റ് സൈഡിൽ ഇതാണ്, ക്രെഡിറ്റ് സൈഡിൽ ഇതാണ്, എമൗണ്ട് ഇങ്ങനെ ചെയ്ത് കൂട്ടി കുറച്ച് അവിടെ പരിപാടി. ഇതാണ് പരിപാടി. ഇതാണ് പലരും ചെയ്യാറുള്ളത്. ഫോർമാറ്റുകളൊക്കെ ജസ്റ്റ് നോക്കി വെച്ച് പോവുക. ഒരിക്കലും അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ആ ഫോർമാറ്റിൽ ഒന്ന് വരച്ച് പഠിച്ച് അതിലുള്ള ഐറ്റംസ് എഴുതി ആരും പഠിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഫോർമാറ്റ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ് ആരും ചെയ്ത് പഠിക്കാറില്ല. അതാണ് ഇഷ്യൂ. ക്ലാസ്സുകളൊക്കെ കണ്ട് ജസ്റ്റ് മനസ്സിലാക്കി മാത്രം പലരും വെക്കുന്നു. പക്ഷെ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല മക്കളെ. എക്സാമിന് പോകുന്ന സമയത്ത്, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ പലതും മറന്നു പോകും. കാരണം ഒരുപാട് അക്കൗണ്ട്സും കാര്യങ്ങളും ഒരേപോലെ ഇങ്ങനെ വരികയാണ്. സോ ഓരോന്നും സെപ്പറേറ്റ് നമ്മൾ ചെയ്ത് നമ്മൾ എന്താക്കണം, അത് പഠിച്ച് വെക്കണം. അല്ലാതെ നമ്മൾ നോക്കി മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് എന്താക്കാൻ പറ്റില്ല, അക്കൗണ്ടൻസി ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ ഇഷ്യൂ. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ ചാപ്റ്റർ വൈസ്, അതുപോലെ തന്നെ ബുക്ക് വൈസ് അല്ലെങ്കിൽ സിലബസ് വൈസ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്ത് പോകണം. ഓരോ ചാപ്റ്റർ വൈസ് ചെയ്ത് അടുത്ത ചാപ്റ്റർ ചെയ്ത് അങ്ങനെ വേണം പോകാൻ. അങ്ങനെ പോകുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താവുള്ളൂ, ഓരോന്നും മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സാധനവും ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സാധനവും ഒക്കെ ഏകദേശം ഒരേപോലെയൊക്കെ ആയിരിക്കും. കള്ളി വരയ്ക്കുന്നത് എഴുതി നോക്കാം. പക്ഷേ നാം മനസ്സിലാക്കി വെച്ച് പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എന്താകുന്നു, അത് കൺഫ്യൂഷനായി പോകും, സംഭവിക്കും. പക്ഷെ നിങ്ങൾ ചെയ്ത് പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് അവിടെ മാറ്റം മനസ്സിലാവും. സോ പ്രാക്ടീസിങ് എന്ന അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പലരും ചെയ്യാത്ത കാര്യമാണ്. ദെൻ റിവൈസിങ് ആണ്. നിങ്ങളുടെ മിസ്റ്റേക്ക് റിവൈസ് ചെയ്യുന്നില്ല. വലിയ കാര്യമാണ്. അത് മറ്റൊന്നുമല്ല പറയാൻ. ഇപ്പം നമ്മളൊരു പ്രോബ്ലം, ഇപ്പം ആരെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ചെയ്ത് പഠിച്ചു എന്ന് വിചാരിക്കാം. പ്രോബ്ലം ചെയ്ത് നമ്മളെന്താവുന്നു, ഏകദേശം ലാസ്റ്റൊക്കെ എത്തുന്ന സമയത്ത് ഒരു 1-2 അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ മാത്രം നമ്മളോട് മറന്നു പോകുന്നു. എന്നിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചു. പക്ഷേ എന്താണ്, നമ്മളോട് ആരുടെയൊക്കെ കുറേ കാര്യങ്ങൾ മറന്നുപോയി. അപ്പോൾ നമ്മളെന്താ കറക്റ്റ് നമ്മുടെ ആൻസറൊക്കെ നോക്കി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ 2 അല്ലേ മറന്നുപോയി, 2 അതായത് നമ്മൾ നോർത്ത് വെക്കാൻ ശ്രമിക്കും. ഈ 2 ഇത് അടുത്തതിന് വിട്ടുപോകാൻ പാടില്ല. അവിടെ എന്താണ്, നമ്മൾ ചെയ്ത് പഠിച്ചത് കംപ്ലീറ്റ് ആക്കിയില്ല നമ്മൾ, അല്ലേ? നമുക്ക് എന്താണ് ആ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, അത് നമ്മൾ നോക്കി മനസ്സിലാക്കി നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടു, നമ്മൾ അടുത്തേക്ക് പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വിട്ടുപോയ കാര്യം നമുക്ക് അവിടെ എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചു, ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ആകുന്ന പിന്നെ ഒരു പ്രോബ്ലം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അത് പലരും ചെയ്യാറില്ല. നമ്മളെന്താണ്, നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് നമ്മളൊന്ന് ചെയ്തു നോക്കുന്നു, ചെയ്തപ്പോൾ ഏതൊക്കെയോ 3/4 ഭാഗം കിട്ടി. പക്ഷേ ലാസ്റ്റ് ഒരു 1/4 ഭാഗം അല്ലെ, ലാസ്റ്റ് കുറച്ച് ഭാഗം നമ്മളോട് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടുന്നത് വരെ പിന്നെയും ചെയ്യാം. അത് കിട്ടുന്നത് വരെ അത് കിട്ടുന്ന രീതിയിൽ മറ്റൊരു പ്രോബ്ലം എടുത്ത് പിന്നെയും ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. നമ്മളെ മിസ്റ്റേക്കാണ്, നമ്മൾ എവിടെയാണ് നമ്മളെ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, ആ മിസ്റ്റേക്ക് ക്ലിയർ ആകുന്നവർ ചെയ്യുക. അല്ലാണ്ട് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ സ്കിപ്പ് ചെയ്യല്ല ചെയ്യാം. പലരും അത് ചെയ്യാറില്ല. ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെ പ്രാക്ടീസിങ്ങുമായിട്ട് റിലേറ്റഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. റെഡി? പിന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ ലാസ്റ്റ് പോയിന്റ് ആണ്. നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. നമ്മളെ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് നല്ല വൃത്തിയിലെല്ലാം കള്ളി വരച്ചുകൊണ്ട് വ്യക്തമായിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സാമിന്. റെഡി? കൃത്യമായിട്ട് ഒരു പെൻസിലും സ്കെയിലൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോവുക. അതങ്ങനെ വരച്ച് കൃത്യമായിട്ട് നമ്മൾ എഴുതുക. ഓക്കെ, അത് കൃത്യമായി നമ്മൾ എഴുതണമെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ ഫോർമാറ്റുകൾ. റെഡി? ഓരോ ഫോർമാറ്റുകളും കൃത്യമായി മനസ്സിലാക്കി എഴുതി പഠിക്കണം. നമ്മൾ അത് പഠിക്കുക. എന്നിട്ടോ അങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുക. തിയറിയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. പക്ഷേ തിയറി ഒന്ന് എങ്ങനെ എഴുതണം എന്നുള്ള ആൾക്ക് പലർക്കും അറിയില്ല അക്കൗണ്ടൻസി തിയറി എങ്ങനെ എഴുതുന്നുള്ളത്. അത് നിങ്ങൾ മാർക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. പലരും പക്ഷേ അങ്ങനെയല്ല അക്കൗണ്ടൻസി തിയറിയൊക്കെ ട്രീറ്റ് ചെയ്യുക. പ്രോബ്ലം പേപ്പറിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പലരും വേണ്ട രീതിയിൽ എന്താക്കുന്നില്ല, അത് ഫോർമാറ്റോടെ അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യുക, അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നില്ല.
ഒരു കള്ളി വരച്ചൊക്കെ എഴുതേണ്ട കാര്യങ്ങളാണെങ്കിൽ അതങ്ങനെ എഴുതുക, വ്യക്തമായി കള്ളിയൊക്കെ വരച്ച് കൃത്യമായ ഓരോ കാര്യങ്ങളും സാധാരണത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ബാലൻസ് കേരി ഡൗൺ, ബാലൻസ് ബ്രോഡ് ഡൗൺ, അങ്ങനത്തെ കുഞ്ഞു 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 കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ വ്യക്തമായി പഠിച്ചിട്ട് എഴുതുക. ജസ്റ്റ് എന്താ തട്ടിക്കൂട്ടി എഴുതി വെക്കുകയല്ലേ ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതാണ് മക്കൾ എന്താക്കുന്നത്, മക്കൾ ആദ്യം അക്കൗണ്ടൻസിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു 7 പോയിന്റ്സുകളായിട്ട് തന്നിട്ടുള്ളത്. റെഡി? ഇത് മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ ആവർത്തിക്കാൻ പാടില്ല. ഈ മിസ്റ്റേക്കുകൾ ആവർത്തിച്ച് നിങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കുറയേ ഉള്ളൂ, കൂടില്ല. ഓക്കെ? അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് വേണം നമ്മൾ എന്താക്കാൻ, അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാൻ. ഓക്കെ? അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.